മധുക്കൾ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കേട്ടാലോ? അതെ, ആഗ്രഹമുണ്ട്. ഞാൻ റെഡി. 3 പേരും റെഡി. ഞാൻ ഓൾറെഡി റെഡി. ഡ്യുവറ്റ് കേൾക്കാൻ ഈ ഡ്യുവറ്റ് നമ്മളെല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്യുവറ്റാ. എല്ലാ റൗണ്ട് വരുമ്പോഴും ഒരു റെയർ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഒരു നല്ല കുഞ്ഞി കോംബോ ആണ് വരുന്നത്. നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിയും അക്കൈതി കുട്ടിയും എത്താണ് ഒരു ഡ്യുവറ്റ് സോങ്ങുമായി. സോ ലെറ്റ്സ് വെൽക്കം അക്കൈതി ആൻഡ് കുഞ്ഞാറ്റ ഓൺ സ്റ്റേജ്. ഇവിടെ ആരാണ് നിൽക്കുന്നത്? ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാർ. അതെ, അയ്യോ പിന്നെ അതെ. എവിടുന്ന് കിട്ടി ഉടുപ്പൊക്കെ? എവിടുന്ന് കിട്ടി ഒരുപോലെ? അത് ഒരു കഥയാണത്. വാട്ട് ഈസ് ദ കഥ? അതെ, ഞങ്ങളുടെ ഡ്യുവറ്റ് പെർഫോമൻസിന് ഞങ്ങൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഒരു ചേച്ചിക്ക് ഞങ്ങളെ പെട്ടെന്ന് മനസ്സിലായപ്പോ ഞങ്ങളുടെ അന്ന് ഡോറൊക്കെ തുറന്നു തന്നു. അപ്പൊ ഞങ്ങൾ ആ കടയിലാട്ട് കയറിയപ്പോ ഞങ്ങളിങ്ങനെ കുറെ ഉടുപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവര് ഓരോ ഉടുപ്പൊക്കെ തരുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴും ആ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലായിട്ടാണ് തോന്നുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച ചേച്ചി അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ചേച്ചി ഇങ്ങനെ നോക്കണ്ട. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഇത് ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടികളല്ലേ, ഇത് കുഞ്ഞാറ്റയല്ലേ, അഗീതിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അല്ല, ഡിസ്കൗണ്ടില് വില കുറച്ച് തന്നു. അപ്പൊ ഈ കോസ്റ്റ്യൂം ഇട്ട് പാടാൻ പോകുന്ന പാട്ട് ഏതായിരുന്നു? കുഞ്ഞിമണിക്കൂട്ടിൽ. Summer in Bethlehem. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. മൂവി സമ്മർ ഇൻ ബത്ലഹേം. വർഷം 1998. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് ചിത്രാമയും MG ശ്രീകുമാർ സാറും. അപ്പൊ നന്നായി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുന്നിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും
മീനുകുട്ടി, എന്തോ ഇവരെ ഇങ്ങനെ കാണുമ്പോഴേ ഉം. ഈ സമ്മർ ഇൻ ബത്ലഹേം എന്നൊക്കെ കേൾക്കുമ്പോഴേ ഉടനെ മനസ്സിൽ കവിത കൊട്ടുത്. ഏത് കവിതയാ കൊട്ടിയത്? ഇവർ രണ്ടുപേരും ആ. ഒരു ആകാശത്തിലെ ആ. 2 നക്ഷത്രങ്ങളെ പോലെ. ഓ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ആ. ഒരേ കൊമ്പിലിരിക്കുന്ന ഉം. 2 കുരുവികളെ പോലെ, കിന്നരി പ്രാക്കളെ പോലെ. എനിക്ക് ആ നക്ഷത്രങ്ങളെ എന്ന് പറഞ്ഞപ്പോ വെള്ളി നക്ഷത്രം ഓർമ്മ വന്നു. അത് ഞാൻ ചെയ്തതാണ്. ഡുവറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ഒരേ ചോക്ലേറ്റ് തന്നെ 2 പേര് തമ്മിൽ ഷെയർ ചെയ്യുന്ന പോലെയാണ് അല്ലെ? 2 പേരും ആ മധുരം നുണയുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗംഭീരം. പിന്നെ ഡുവറ്റിന് വേറൊരു കാര്യമുണ്ട്. ഒരാൾ മാത്രം പാടുമ്പോ ഒരു കളറായിരിക്കും അല്ലെ? ഇപ്പോ കുഞ്ഞാറ്റ നീല കളറാണെന്ന് വെച്ചോ, നമ്മുടെ അഗൈതി ചുവന്ന കളറാണെന്ന് വെച്ചോ, ചുവപ്പാണെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ ബ്ലൂവും അവിടെ റെഡും അല്ലേ? അപ്പൊ അഗൈതി മാത്രം പാടുമ്പോ ഒരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞാറ്റ മാത്രം പാടുമ്പോ ഏത് കളർ കാണാൻ പറ്റും? ബ്ലൂ കാണാൻ പറ്റും. പക്ഷെ 2 പേരും കൂടെ ചേരുമ്പോൾ ഏത് കളർ കാണാൻ പറ്റും? വയലറ്റ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ശരിക്കും പേർപ്പിൾ എന്ന് പറഞ്ഞ കളറിലായിരുന്നു. അപ്പൊ വയലറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഈ പേർപ്പിൾ കളർ ഒരാൾ മാത്രം പാടിയാൽ കിട്ടില്ല. നിങ്ങൾ 2 കൂടെ പാടിയപ്പോൾ ഈ പാട്ടിന് ഒരു പേർപ്പിൾ കളർ ആയി മാറിയിട്ടുണ്ട്. ഗംഭീരം. പിന്നെ എന്താ വെച്ചാ പല്ലവി തുടങ്ങുന്നില്ല ആദ്യത്തെ പാട്. വളരെ കാഷ്വൽ ആയിട്ട് നമ്മള് വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോ ചുമ്മാ പാടില്ലേ? ഇങ്ങനെ ചിൽ ഔട്ട് ആവണം. അതിന് പകരം ഇപ്പൊ കുന്നുമണി വരുവേ കുന്നിമണി എന്ന് പറഞ്ഞപ്പോ നമുക്ക് കിട്ടൂല. അപ്പൊ ചിൽ ഔട്ട് ആയിട്ടൊന്നും പാടാൻ പറ്റുമോ? അഗൈതി മണിത്തിങ്കൾ തേരിൽ വരണുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടണിഞ്ഞൊരുങ്ങ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീലിംഗ് എങ്ങനെയുണ്ട്? കുറച്ചുകൂടി ഈസി അല്ലേ? നമുക്ക് ടെൻഷൻ കുറഞ്ഞില്ലേ? അതാണ് പരിപാടി. ഇവിടെ പോരട്ടെ. കുന്നിമണി കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ. ആഹാ, ഇപ്പൊ അരിപ്രാവും വന്ന്, കുറുമ്പും വന്ന്, കുന്നുമണിയും വന്ന്, എല്ലാം വന്ന്. മറ്റേ എന്തോ ആയിരുന്നു പാടി. നന്നായിരുന്നു കേട്ടോ. അങ്കിള് ഈ പ്രശ്നങ്ങളെ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി. ഏടാ പിന്നെ കുഞ്ഞാറ്റ ശബ്ദം വേണമെങ്കിൽ ഈ പാട്ടിന് കുറച്ചൊന്ന് ലൈറ്റ് ആക്കാം. അപ്പൊ അതെപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. അഗൈതിക്ക് നേരെ ഡിഫറെന്റ് ആണ്. അഗൈതി കുറച്ചും കൂടെ ശബ്ദം നമുക്ക് വരാം. കാരണം അഗൈതിയുടെ ശബ്ദം വളരെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കും. അപ്പൊ മൈക്ക് അടുപ്പിച്ചു വെക്കാം, കുറച്ചും കൂടെ ശബ്ദത്തിൽ പാടാം. അപ്പൊ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അഗൈതി കുട്ടി എന്തോ ആൻഡ് കുഞ്ഞാറ്റക്കുട്ടി എന്തോ നല്ല ചേർച്ചയായിരുന്നു നിങ്ങളുടെ ആ ഒരു നിപ്പും ആ പാട്ടും നിങ്ങളുടെ മൂവ്മെന്റ്സും എല്ലാം വളരെ നല്ല രസമായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാടിയതും അതുപോലെ തന്നെ നല്ല രസമായിട്ട് പാടി രണ്ടുപേരും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കും കൂടുതൽ പറയാനുള്ളത്. കുഞ്ഞാറ്റ പാടിയതിൽ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. മൈലാഞ്ചി കയ്യിൽ പൂവിതൾ വളയുമായി. അതെങ്ങനെയാ? മൈലാഞ്ചി കയ്യിൽ പൂവിതൾ വളയുമോ. അപ്പൊ ഇതൊക്കെയാണ് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും MJ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ரொம்ப ரொம்ப പിടിച്ചെടുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞാറ്റക്കിളി എന്തോ അഖേദി കുട്ടി എന്തോ എന്തൊരു എനർജിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിന്നിട്ട് കാണാൻ ഭയങ്കര രസം, കേൾക്കാനും ഭയങ്കര രസം. നല്ല പ്രോഗ്രസ് കാണാനുണ്ട് രണ്ടുപേർക്കും. അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രസ് കാണാനുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി ഭയങ്കര ഇഷ്ടമായി ഈ പാട്ടിന്റെ. ആസ് എ ഡ്യുവറ്റ് നിങ്ങൾ രണ്ടുപേരും ആ ഒരു എനർജി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ കേട്ടോ. കുഞ്ഞാറ്റക്കിളിക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെയാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കറക്റ്റായിട്ട് ഏത് അക്ഷരമാണെന്നടക്കം ക്ലിയർ ആണെന്ന് തോന്നുന്നു കുഞ്ഞാറ്റയ്ക്ക്. പക്ഷെ അതമ്മ അഗൈതിക്കുട്ടി അത് ഡിസ്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് എനിക്ക് നിങ്ങൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് ആയിട്ട് ആകെ തോന്നിയത് കേട്ടോ. ബാക്കിയൊക്കെ ഒരുപോലെ നല്ല എനർജി, നല്ല ഉടുപ്പ്, നല്ല പെർഫോമൻസ്, ക്ലാരിറ്റി കുറച്ചും കൂടെ വന്നിട്ടുണ്ട് സിംഗിങ്ങില്. നല്ല രസം. മൊത്തത്തിൽ ഞാൻ ഇവിടുന്ന് ഭയങ്കര എൻജോയ് ചെയ്തു. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ടൈം യു ഗൈസ് സിംഗ് ബെറ്റർ. ഓക്കെ, സ്കോറിലേക്ക് കടക്കാം നമുക്ക്. ആര് പറയണോ സ്കോർ? ആരായാലും കുഴപ്പമില്ല അല്ലേ? രണ്ടുപേരും കൂടെ തീരുമാനിച്ചു പറ. അതെ, മൂന്നുപേരും കൂടെ പറഞ്ഞ മാർക്ക് കുറഞ്ഞോ? അല്ല, മാർക്ക് കുറയാതെ പറഞ്ഞു നോക്കൂ. മധു പറഞ്ഞ ഏറ്റവും അധികം മാർക്കായിരിക്കും.
ആര്യ പറഞ്ഞ കുറച്ചുകൂടെ കുറയും, ഞാനാണെങ്കിൽ ഏറ്റവും കുറവായിരിക്കും. ഏത് വേണം? മധു സാർ ആ പറഞ്ഞു. അപ്പോ അഖൈദി കുട്ടി ആൻഡ് സുഭദ്ര കുട്ടി, എന്തോ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.75 സുഭദ്ര കുട്ടി, താങ്ക് യു 97.5 for അഖൈദി കുട്ടി. ആരും കാണാ നേരം നോക്കി ഹരിമുല്ലച്ചൊടിയിൽ മുത്തി അന്നം പിന്നം പുന്നാരിച്ച പിടയാതി പിടയരുതേ കിളിപാടും കൊമ്പിൽ മാരിവിൽ നോയിലിൽ വിളയാടും നേരം മഞ്ഞു പോലൊരു ഗണം കൊരുഞ്ഞൊടിയലിവാൾ കിടന്നുറങ്ങാൻ മാറിൽ ചായണം. നല്ല മാർക്കൊക്കെ കിട്ടി രണ്ടുപേർക്കും. കാണാൻ സുന്ദരികളായിട്ടുണ്ട്. ഇനി സുന്ദരികളായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഡ്യുവറ്റ് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ഏതാ? മെലഡി ഡെഡിക്കേഷൻ ഒക്കെ കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി പുതിയതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ.